ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോടത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർജുനാണെങ്കിൽ ഒത്തിരി തവണ ഫോൺ വിളിക്കാനായിട്ടോ പ്രഭാകരനെയും മറ്റുള്ളവരെയും എല്ലാവരെയും ആരും ഫോൺ എടുക്കുന്നില്ല. അവസാനം ഡ്രൈവർ പ്രഭാകരൻ പറയുന്നുണ്ട്, ഇത് എനിക്ക് പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് ഇത് ഞാൻ എടുക്കുന്നില്ല, എന്തായാലും പിന്നെ ആവട്ടെ, പരിചയമില്ലാത്ത നമ്പറുകളൊന്നും ഞാനങ്ങനെ എടുക്കാറില്ല എന്ന് ഗൗതമിനോടും ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വേറെ ആരെങ്കിലും വിളിക്കുന്നതാണെങ്കിലോ ഇനിയിപ്പോൾ ആര് വിളിക്കാനായെന്നും പറഞ്ഞ് അവരാരും ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അർജുൻ ടെൻഷൻ അടിച്ച് എന്തായാലും ഇനി മണ്ഡപത്തിലെത്തി എത്തിക്കാമെന്ന് പറഞ്ഞ് കത്തിച്ച് വിടുക കേട്ടോ ബൈക്ക്. അപ്പോൾ ഈ സമയത്ത് മണ്ഡപത്തിലാണെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ഉടനെ നമ്മുടെ രാജേന്ദ്രൻ പറയുന്നുണ്ട്, സമയമായി വരികയാണ്, ഇതുവരെയായിട്ടും മീനു നിൻ്റെ ഭർത്താവിന് മാത്രം എന്താടി കാണാത്തേന്ന് ചോദിക്കുക കേട്ടോ. വരൂ വെച്ചാൽ ഇപ്പോൾ വരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് എത്തുന്നത്. ഗൗതമും അച്ഛനും എല്ലാവരും വരികയാണ്. അത് കണ്ടിട്ട് ഓടി വരികയാണ് നമ്മുടെ രാജേന്ദ്രൻ. വന്ന് എല്ലാവരും ക്ഷണിക്കുകയാണ്. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, അവരാരും വന്നില്ലേ? കാഞ്ചനയും പ്രഭാവതിയും ഇല്ല എന്ന് പറയാൻ തുടങ്ങുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ മീനു പറയുന്നുണ്ട്, അച്ഛാ അവർക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ടാണ് ഡോക്ടർ വീട്ടിൽ വന്ന് ചെക്കപ്പ് നടത്തിയതാണ്, ഇത്രയും വയ്യാതിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടം വരെ വരുന്നത്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുക കേട്ടോ മീനു. അപ്പോൾ മീനു വലിയ സങ്കടത്തിലാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അർജുന എന്ത് ചെയ്യുന്നത്? അപ്പോൾ അർജുന കാണുന്നില്ല. മീനു വിചാരിക്കുന്നുണ്ട് ഇവരുടെ കൂടെ പുറകെ വരുന്നുണ്ടാവുമെന്ന്. പക്ഷേ അവർ വിചാരിക്കുന്നത് അർജുൻ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാവുമെന്നാണ്. അങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയിട്ടായിട്ട് എല്ലാവർക്കും കൂടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ആ കൺഫ്യൂഷൻ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നമ്മുടെ മീനുവിൻ്റെ അമ്മയും മറ്റുള്ളവരും കൂടെ ഇങ്ങോട്ട് വരുന്ന കേട്ടോ. അങ്ങനെ എല്ലാവർക്കും സംശയമാവാണ് എന്തുകൊണ്ട് അർജുൻ എത്താത്തെന്നുള്ളത്. മീനുവിനാണെങ്കിൽ നാണക്കേട് കാരണം ആകെ ചമ്മലായി. മീനുവിൻ്റെ മുത്തശ്ശി ഓടി വന്നിട്ട്, എന്താ മീനു ഇത്, അവൻ കാണിച്ചത് ഒട്ടും ശരിയായില്ല കേട്ടോ. ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്ന് നടത്തേണ്ട ആളാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. കല്യാണ സമയത്ത് മുഹൂർത്ത സമയത്ത് വരാൻ വേണ്ടിയിട്ടാണോ അവൻ നിൽക്കുന്നത്, പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മീനുവിനെ ശരിക്കും സങ്കടപ്പെടുത്താം കേട്ടോ. മീനു ഒത്തിരി തവണ ടെൻഷൻ അടിച്ചും വിഷമിച്ചും ഒക്കെ ഇങ്ങനെ നിൽക്കുക, വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ അർജുൻ കത്തിച്ച് വരികയാണ്. അപ്പോൾ മുഹൂർത്തത്തിന് സമയമായിട്ടുണ്ട്. ഉടനെ തന്നെ രാജേന്ദ്രനോട് പോറ്റിയൊക്കെ പറയുന്നുണ്ട് പയ്യനെ വിളിക്കാനായിട്ട്. അങ്ങനെ അമ്മൽ നല്ല അഭിമാനത്തോടു കൂടി കല്യാണ പയ്യനായിട്ട് വരികയാണ് കേട്ടോ. വന്ന് മണ്ഡപത്തിൽ എല്ലാവരെയും തൊഴുത് വണങ്ങി വന്ന് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് സമയം എത്തിയത് ഇനി പെണ്ണിനെ വിളിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അഖിലയെയും കൊണ്ടുവരുന്നുണ്ട്. നേരെ വന്ന് എല്ലാവരും, അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോളെ എല്ലാവരും നോക്കി തൊഴുതിട്ട് വേണം ഇരിക്കാനെന്ന്. അങ്ങനെ എല്ലാവരും നോക്കി തൊഴുതിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ആകപ്പാടെ മുഖമൊക്കെ ചുളുങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത് നമ്മുടെ അഖിലയുടെ. അങ്ങനെ വിഷമമല്ലേ. അങ്ങനെ അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ ദുഷ്ടനായ അമ്മൽ അവളോട് പറയാണ്, ഞാനിന്നലെ നിൻ്റെ കൈ കയറി പിടിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത്, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലല്ലേ, ഇനിയിപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഇനി എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാമല്ലോ, നിൻ്റെ അച്ഛൻ പോലും ചോദിക്കാൻ വരത്തില്ല എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ മുത്തശ്ശൻ അവിടെ നിന്ന് മാറി നിന്ന് രാജേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഇവരെന്താ കുറേ സമയമല്ലോ രഹസ്യം പറയുന്നത്, എന്താ ഇത്ര പറയാൻ? അവർ കുട്ടിക്കാലത്ത് ഒരുമിച്ച് വളർന്നതല്ലേ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാവും എന്തെങ്കിലും അഖിലയുടെ അച്ഛൻ പറയാട്ടോ. പാപം ആകെപ്പാടെ വിഷമത്തോടുകൂടി ഒന്നും പറയാൻ വരാണ്ട് അഖില ഇരിക്കുകയാണ്. അങ്ങനെ ഹാരം എടുത്ത് കൊടുക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാരമൊക്കെ മാറി. അപ്പം താലിക്കുള്ള സമയമായി, താലി എടുത്ത് കൊടുക്കാൻ പറയണം. അപ്പോഴും അച്ഛൻ വന്ന് മീനുവിനോട് ചോദിക്കുന്നുണ്ട്, ഈ താലി കെട്ടാറായി, ഇനിയും അവനെ കണ്ടില്ലല്ലോ, എന്താ ഇത്, എന്നാൽ ഇത് മോശമായി പോയി എന്നും പറഞ്ഞിട്ടാണ് നേരെ പോയി താലി എടുക്കുന്നത്. താലി എടുത്ത് അവൻ്റെ കൈ കൊടുക്കുക കെട്ടാനായിട്ട്. അമൽ കെട്ടാൻ കഴുത്തിൽ വെക്കുന്നതും ദേ വന്നു അർജുൻ നിർത്ത്, ഈ കല്യാണം നടത്തരുത് എന്നും പറഞ്ഞ് മണ്ഡപത്തിൽ വന്നിങ്ങനെ ഒച്ച എടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ അമൽ പെട്ടെന്ന് അഖിലയോട് പറയണം, അഖില ഈ കല്യാണത്തിന് നീ സമ്മതിക്കരുതെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ അമലൻ ചെയ്യുന്നറിയോ, കയ്യിലിരുന്ന് താലിയെ അങ്ങ് കെട്ടാൻ പോവുകയാണ്. അപ്പോൾ തന്നെ അഖിലയ്ക്ക് എന്തോ പിടികിട്ടി. അഖില എന്ത് ചെയ്യും, ആ കയ്യിലിരുന്ന താലിനെ വലിച്ച് ദൂരെ എറിയും കേട്ടോ. എന്നിട്ട് ചാടി എണീക്കുന്നുണ്ട്. ഉടനെ തന്നെ അമലിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്താടാ നീ കാണിക്കുന്നത്, മുഹൂർത്ത സമയമായപ്പോൾ ഇവിടെ വന്ന് എൻ്റെ മോനോട് നീ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത്, കുട്ടിക്കാലം പോലെ അവനോ നിന്നോട് ഭയങ്കര ദേഷ്യവും വെറുപ്പമാണല്ലോ എൻ്റെ മോനോട്, അത് നീ ഇപ്പോഴാണോ തീർക്കേണ്ട സമയം, ഇത്രയും നേരം ഇല്ലാതെ പെട്ടെന്ന് നീ എവിടെ നിന്നാണ് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമലിൻ്റെ അമ്മ അർജുനെ ശരിക്കും പറയുന്നുണ്ട്. അങ്ങനെ രാജേന്ദ്രൻ ഇവനെ പിടിച്ച് കഴുത്തിന് കഴുത്തി പിടിച്ച് തള്ളി പുറത്തേക്ക് ആക്കുന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ അമലിൻ്റെ കൂട്ടുകാരോടൊക്കെ നിർദ്ദേശിക്കുകയാണ് ഇവനെ അടിച്ച് വെളിയിലിറക്കാനായിട്ട്. എല്ലാവരും അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ. മുത്തശ്ശനൊക്കെ വന്ന് വഴക്കൂറുന്നുണ്ട് അർജുനോട്, നീ എന്ത് കോപ്രായമാടാ ഈ കാണിക്കുന്നത്. അതും അപ്പോൾ അവസാനം അമലിനോട് പറയുന്നു, എടാ അമലേ, നീ ആ താലി എടുത്ത് കെട്ടിടാന്ന് അമ്മ പറയുക കേട്ടോ. അപ്പോൾ പിന്നെ അർജുനൻ പറയും, നീ ആ താലി തൊടുവെങ്കിൽ നിൻ്റെ കയ്യെ ഞാൻ വെട്ടുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ നീ മുത്തശ്ശൻ പറഞ്ഞു, ഇതൊരു അമ്പലമാണ്, ഇവിടെ വെച്ച് ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും കാണിക്കരുത്. അർജുൻ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ അവസാനം കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ. പക്ഷേ രാജേന്ദ്രനെ കൊണ്ട് നമ്മുടെ
അർജുനെ തള്ളി പുറത്താക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ അമലിൻ്റെ അമ്മ അങ്ങനെ ആ ഒരു ക്രൂഷ്യസ് ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.